അനു കാണും ഇറങ്ങിയിട്ടാണെങ്കിലും. അപ്പോൾ അവൾക്ക് എന്നോട് ഓക്കെ ആവാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ ആവട്ടെ, ഓക്കെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പുറത്ത് നടക്കുന്ന ടോക്സിക് എന്താ പറയുക, ടോക്സിക് ഫാൻസ് ആണെങ്കിലും, ഇപ്പോൾ ഞാൻ പറഞ്ഞ PR-ൻ്റെ സാധനങ്ങളാണെങ്കിലും ഇറങ്ങുമ്പോൾ പറഞ്ഞത്, ഞാനൊരു സാധനം പറഞ്ഞു പൊട്ടിക്കണോ വേണ്ടിയോ എന്ന്, എനിക്ക് അവിടെ നിന്നുള്ളത് അവിടെ നിന്ന് പറഞ്ഞ് തീർക്കണമായിരുന്നു. അപ്പോൾ ഇന്നത് അനു ഇതൊക്കെ വിട്ടേക്ക്, ഇതൊക്കെ സംഭവങ്ങൾ നീ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ്. യെസ്, നിങ്ങൾ എത്ര പേര് ഇന്ന് ലൈവിൽ നടന്നിട്ടുള്ള വിഷയങ്ങൾ കണ്ടു? അവർക്ക് എന്നെ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്നും കൂടി കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയട്ടെ. ഞാൻ എൻ്റെ വീഡിയോസ് ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ളത് ഒരാളുടെയും അന്തം ഫാനായിട്ടോ ഒരുപാട് പക്ഷം പിടിച്ചിട്ടോ അല്ല. പക്ഷേ ഞാൻ ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സീരിയസ്ലി ഞാൻ ആരുടെയും പക്ഷം പിടിക്കാനും ഈ ഒരു വീഡിയോയിൽ ആഗ്രഹിക്കുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ള കാര്യം അതൊന്നും എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള സംഭവം. പിന്നെ ഇതിന് പാരലലായിട്ട് പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് സാധാരണ പ്രേക്ഷകർ അറിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന രീതിയിലേക്ക് ഈ സംഗതി എത്തിയാൽ പോലും നിങ്ങൾ അറിയിക്കുന്നില്ല, അല്ലെങ്കിൽ വേറെയുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് ഇപ്രാവശ്യം ബിഗ് ബോസ് തന്നെ, സത്യം പറയാം, നട്ടല്ലില്ലാത്ത ബിഗ് ബോസ് എന്ന് വേണമെങ്കിൽ പറയാം. തീരെ നട്ടല്ലില്ലാത്ത, ഒന്നും കൂടി വേറൊരു ഭാഷ പറയുന്നുണ്ട്. അത് പിന്നെ വെച്ചാൽ നമ്മളെ ഓഡിയൻസ് അങ്ങനത്തെ ആൾക്കാരായതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഭാഷ പറയാൻ വയ്യ. നട്ടല്ലും ഉറപ്പില്ലാത്തൊരു ബിഗ് ബോസ് ആണ് ഇപ്രാവശ്യം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ആ അദൃശ്യ ശക്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതിനൊരു ഒന്നുമില്ല, ഒരു ആംബിയർ ഇല്ലാത്ത ബിഗ് ബോസ്. അപ്പോൾ അതെന്നെ പറയണം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കുന്നതും ഈ ഒരു സീസൺ ഒരുപാട് പേര് വെറുക്കുന്ന രീതിയിൽ വരുന്നത്. പല ആൾക്കാരും കുറച്ചൊരു കമൻറ്റ് ചോദിച്ചു, വെറുത്തുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ കാണാതിരുന്നൂടെ? ഇത് നമ്മളൊരു ജോലിയാണ്, നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് കേട്ടോ. യെസ്, അപ്പോൾ ഇന്ന് നടന്നിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ എത്ര പേര് ലൈവിൽ കണ്ടു എന്നറിയില്ല. ലൈവിൽ കണ്ട ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ലൈവിൽ കാണാത്തവർക്കായിട്ട് വിഷയവും ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് പ്ലീസ് ദയവ് ഇത് വീഡിയോ പറ്റുമെങ്കിൽ അവസാനം വരെ കാണുക. കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അവസാനത്തേക്കൊക്കെയാണ് ഞാൻ കാര്യമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ വീണ്ടും നേരെ അവസാനം പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ ഞാൻ അതിൻ്റെ നടുവിൽ പറഞ്ഞു എന്ന് വരും. പോട്ടെ, എന്തായാലും ഒരു കാര്യം വളരെ കൃത്യം, ഞാൻ പറഞ്ഞത് വീണ്ടും ഒന്നും കൂടി പറയുന്നു. ഷോൻ്റെ ക്രെഡിബിലിറ്റി, ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോൻ്റെ ക്രെഡിബിലിറ്റീനെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു സീസണിൽ ഉണ്ടായിട്ടുള്ളത്. സത്യം പറയാം, ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോൻ്റെ ചരിത്രത്തിൽ എനിക്കൊന്ന് മലയാളം ബിഗ് ബോസിൽ അല്ല, ഏതൊരു ബിഗ് ബോസ് എടുക്കുകയെന്നുണ്ടെങ്കിലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോൻ്റെ ചരിത്രത്തിലെ ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും സീസൺ 7. 7ൻ്റെ പണി എന്നിട്ടത് സത്യം പറഞ്ഞാൽ ഒരു നാക്കുപഴ പോലെ അവരുടെ ഭാഗത്ത് നിന്ന് വന്നു. കാരണം ഈ ഒരു 7ൻ്റെ സീസണിന് ശേഷം ബിഗ് ബോസിന് വേറൊരു തലത്തിലായിരിക്കും അറിയപ്പെടുന്നത്. അത് PR-കളുടെയും നാറിയ കളികളുടെയും ബലത്തിലായിരിക്കും അറിയപ്പെടുക. അത് ഇന്ന കണ്ടസ്റ്റൻ്റ് ഇതില്ല കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇന്ന കണ്ടസ്റ്റൻ്റ് ഇത് ചെയ്തു, ഇന്ന വ്യക്തി ഇത് ചെയ്തു എന്ന് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നൊരു ബിഗ് ബോസ് ഉണ്ട്. വളരെ കൃത്യമായിട്ട് പറയാം, ബിഗ് ബോസ് തന്നെ ആദ്യം തന്നെ അവർ, നിങ്ങൾ പഴയ പ്രൊമോയിലേക്ക് പോയി നോക്കൂ, അവർ പറഞ്ഞു കരച്ചിൽ കാർഡ് പാടില്ല, ഗ്രൂപ്പിസം പാടില്ല, ഇത് പാടില്ല, അത് പാടില്ല എന്നൊക്കെ വളരെ മോഹനമായിട്ടുള്ള വാഗ്ദാനങ്ങൾ പോലെ ആൾക്കാരെ മുന്നിലേക്ക് അവർ തന്നെ ഇട്ടു വന്നു. എന്നിട്ട് നമ്മൾ കണ്ടതെന്താ? ഇത് തന്നെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുള്ളത്, വേറെ യാതൊരു വസ്തു കണ്ടിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഇൻ്റർവെൽസിൽ ഇവർ വന്ന് പറയുന്നുണ്ട്, പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിച്ച് വോട്ട് ചെയ്യണം. എങ്ങനെ പ്രേക്ഷകർ വോട്ട് ചെയ്യും? ഏത് പ്രേക്ഷകർ വോട്ട് ചെയ്യും? ആ വോട്ടിംഗ് പ്രോസസ്സ് തന്നെ സുതാര്യമാണോ എന്ന് എനിക്ക് പലപ്പോഴായിട്ട് നമുക്ക് സംശയമുണ്ട്. ഇവിടെ വോട്ടുകൾ കച്ചവടം ചെയ്യപ്പെടുന്നു. നമ്മളൊരു ഒരു 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 എല്ലാവരും കൂടി തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവം വരിക, ആ ഒരു സംഗതിയിൽ അതിനൊരു കച്ചവടം വരിക എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു പരിപാടിയുടെ അടിസ്ഥാനം തന്നെ പോയില്ലേ? ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാർ കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഞാൻ പറയും സാധാരണ ഓഡിയൻസിൻ്റെ കാര്യം പറയണം. ഈ PR കമ്പനിയായിട്ട് അതൊക്കെ വിടൂ. നിങ്ങൾ എന്തിനാണ് ഈ ഷോ കാണുന്നത്? ഈ ഷോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടുള്ള മത്സരാർത്ഥിക്ക് നിങ്ങൾ അൾട്ടിമേറ്റ്ലി അയാൾക്ക് വോട്ടാണ് ചെയ്യുന്ന അന്നത്തെ ദിവസം കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ അയാൾ ഇത്രയും ദിവസം നടന്നിട്ടുള്ള പ്രകടനത്തിൻ്റെ പേരിൽ വോട്ട് ചെയ്ത് എന്തിനാ? അയാളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രോസസ്സ് തന്നെ കറപ്റ്റഡ് ആണ്. കറപ്റ്റഡ് ഇൻ സെൻസ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ആ പ്രോസസ്സ് തന്നെ മാനിപ്പുലേറ്റഡ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ ഷോയിൽ എന്ത് ക്രെഡിബിലിറ്റി ഉള്ളത്? പിന്നെ ഇവർ എന്ത് ഘോരം ലാലേട്ടനെ കൊണ്ട് പ്രസംഗിച്ചിട്ടും എന്താ നടക്കുക? ഇവിടെ സത്യം പറഞ്ഞാൽ ഈ ഒരു സീസണിൽ ഗെയിം കളിക്കുന്നത് മത്സരാർത്ഥികളല്ല. 26 പേര് 27 എത്രയെന്നല്ല ആ പേരല്ല കളിക്കുന്നത്. ഇവിടെ ഗെയിം കളിക്കുന്നത് PR-കളാണ്. പുറത്തുള്ള ആൾക്കാരാണ് ഗെയിം കളിക്കുന്നത്. പുറത്ത് ഇവർ റിക്രൂട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ ഇതിനൊരു എഗ്രിമെൻ്റ്, ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ട് ആൾക്കാരെ കണ്ണിൽ പൊടിടാനും പറ്റിക്കാനും വേണ്ടിയിട്ട് ഇവർ തന്നെ ഏർപ്പാടാക്കിയിട്ടുള്ള ചില ഏജൻസീസാണ് ഇവരുടെ ഈ കാര്യങ്ങളും സംഭവങ്ങളും കംപ്ലീറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്.
ഇത് ആദ്യം മനസ്സിലാക്കുക. വീഡിയോയിലേക്ക് കിടക്കാം എന്താണെന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത്. പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പറ്റുമെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ റീസെൻ്റ് ക്ലാഷ്, ഇന്ന് അടിപിടി നടന്നു, ഭയങ്കരമായിട്ട് ലൈവിൽ നടന്നു. നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരിക്കും. എത്രത്തോളം എപ്പിസോഡിൽ കാണിക്കുന്നു എനിക്കറിയില്ല, കാരണം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന എപ്പിസോഡിന് മുന്നെയാണ്. ആസ് സൂൺ ആസ് ഈ ലൈവിലുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ഈ ഒരു പരിപാടിക്ക് കിടക്കുകയാണ്. റീസൺ ഫോർ ക്ലാഷ് അനുമോൾ, ആദില, നൂറ എന്നുള്ള ട്രയാങ്കിളാണ്. ഇവിടെ ഇപ്പം നമ്മൾ അത് മാത്രം എടുത്താൽ മതി. ശൈത്യം പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇവർ 3 പേരും കൂടിയുള്ള ട്രയാങ്കിളാണ്. ഇവരുടെ 3 പേരുടെയും പ്രത്യേകത, ഈ ഒരു സീസണിലുള്ള 3 കണ്ടസ്റ്റൻറ്റ്, ലെറ്റ്സ് സേ അസ്യൂം ഇവർക്ക് ഒരു പ്രിവിലേജ് ഒന്നും ഇല്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. കുറേ ആൾക്കാർ ഇപ്പോഴും അങ്ങനെ വിചാരിക്കുന്നതായിരിക്കും. എന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ 3 മത്സരാർത്ഥികൾ, പേര് ഒരു ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ അതിലും ഈ 3 പേര് അടങ്ങിയിട്ടുള്ള ഇവരുടെ ഈ ഒരു ട്രയാങ്കിളിൽ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഒരു ഡ്രസ്സിങ് റൂം, മൈക്ക് മാറ്റുക, രഹസ്യങ്ങൾ കൈമാറുക. ഇത് സത്യമല്ല, ഈ ഒരു സീസണിൽ ഉടനീളം നടന്നിട്ടുള്ള സംഭവമാണ്. ഇവർ 3 പേരും പലപ്പോഴുമായിട്ട് ഡ്രസ്സിങ് റൂമിലിരുന്നിട്ട് മൈക്ക് ഇടാതെ, മൈക്ക് ധരിക്കാതെ അവർക്ക് വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള രഹസ്യങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇവരാരെയാണോ പൊതുശത്രു എന്നുള്ള രീതിയിൽ കണ്ടിട്ടുള്ളത്, അതായത് സീസണിൻ്റെ 5ലേക്ക് ഒരാൾ എത്തരുത്, സീസൺ 7ൻ്റെ ടോപ്പ് 5ലേക്ക് ഏതൊരു വ്യക്തി എത്തരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടോ, അവർക്കെതിരെ ശക്തമായിട്ടുള്ള കരുക്കൾ നീക്കാൻ. ഇതുവരെ ഗെയിം ഞാൻ ഉദ്ദേശിച്ചത് ഗെയിം കളിക്കുന്നത് അതിൻ്റെ ഉള്ളിലത്തെ ഗെയിമല്ല, ഗ്രൂപ്പീസ് ഉണ്ടാക്കിയിട്ട് ഗെയിം കളിക്കല്ല. ഇവരാണ് ഏറ്റവും വലിയ അണ്ടർവേൾഡ് ഗ്രൂപ്പ് എന്ന് പറയാം. കാരണം വെച്ചാൽ ഡ്രസ്സിങ് റൂമിൽ വെച്ചിട്ട് ഇതൊക്കെ പലർക്കും പറയുന്ന സമയത്ത് പിന്നെ ഒരാൾക്കും ചിലപ്പോൾ ദഹിക്കില്ല കേട്ടോ, പല വിഭാഗക്കാർക്കും ദഹിക്കില്ല. പക്ഷേ അത് വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ന്യൂട്രലായിട്ട് ചിന്തിച്ച് നോക്കൂ, ഷോ കാണുന്ന ഒരു ഓഡിയൻസ് ഉള്ള കണ്ടീഷനിൽ ചിന്തിച്ച് നോക്കൂ. ഈ ഡ്രസ്സിങ് റൂമുകളിൽ ഇരുന്നിട്ടാണ് ഇവർ മൈക്കിടാതെ പലപ്പോഴുമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയും, കുറച്ച് ദിവസം മുന്നേ രാവിലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി സമയത്ത് ഒരു 5 പ്രാവശ്യം ബിഗ് ബോസ് ലൈവ് കണ്ടിട്ടുണ്ടാവില്ല ആരും കേട്ടോ. നമ്മൾ രാവിലെ നീച്ച് കാണുന്നുണ്ടേ, 5 പ്രാവശ്യമാണ് അനുമോളോട് മൈക്കിടാൻ പറഞ്ഞത്. ഈ 5 പ്രാവശ്യം അനുമോളോട് മൈക്കിടാൻ പറയുമ്പോൾ ഈ 5 പ്രാവശ്യം അനുമോള് മൈക്കിടേണ്ട കൂസലല്ല. ഈ സംഗതി ഇത് ഇങ്ങനെ ഒരു ചെങ്ങായി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, അയാൾക്കൊരു തുള്ളി വില കൊടുക്കുക പോട്ടെ. കാണികളുടെ മുന്നിൽ ഈ മനുഷ്യനൊരു വില ഉണ്ടാവില്ല. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു സത്വം, എന്താ പറയുക, ആ ഒരു സാധനത്തിനൊരു വില കൊടുക്കണ്ടേ, അതുപോലും കൊടുക്കാത്ത രീതിയിലാണ്. വളരെ കൃത്യമായിട്ടുണ്ടോ ആളെ പേര് പറയുന്ന സമയത്ത് ഇവർ നേരെ മറ്റേ കഴുത്തിലെ വള്ളി തട്ടിയിടുന്നു. അത് കഴിഞ്ഞ ശേഷം വള്ളി കയറ്റിയിട്ടിട്ട് കാര്യം പറയുന്നു. വളരെ കൃത്യമായിട്ട് എക്സിക്യൂട്ടഡ് ആണ്. ഇതൊക്കെ പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അനുമോൾ, ആദില, നൂറ ഈ 3 പേരും ഇപ്പോൾ അത്രയും അധികം ഭയങ്കരമായിട്ടുള്ള പ്രതിക്കൂട്ടിലാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്ന് പറഞ്ഞിട്ടുള്ള ഷോനെ നശിപ്പിച്ചതിന് ഇവർ 3 പേരും പ്രതിക്കൂട്ടിലാണ്. ഇവരിപ്പോൾ 3 പേരും അടിച്ച് നിൽക്കുകയാണ്. ഈ അടിപിടി കൂടി നല്ല ശക്തമായിട്ട് ഇനി ജീവിതത്തിൽ ഒരിക്കലും മുണ്ടില്ല അവരെന്നുള്ള കണ്ടീഷനിൽ അടിക്കണം ഇവർ മുന്നോട്ട് പോകുന്നതെന്നാണ് ഇപ്പോൾ മണ്ടന്മാരായ നമുക്ക് പ്രേക്ഷകർക്ക് തോന്നുന്നത്. ഇവർ പുറത്തിറങ്ങിയിട്ട് ഒന്നിച്ചാൽ 100% നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ 3ഉം അട്ടർ ബ്ലഡി ഫേക്കാണ്. ഇവർ മാനിപ്പുലേറ്റേഴ്സാണ്. ഇവരാണ് ഈ ഒരു ഷോ നശിപ്പിച്ചിട്ടുള്ളത്. ഒരു ഗെയിം ഷോ ആണ്. ഗെയിം കളിക്കേണ്ടത് എന്താണോ ആ രീതിയിൽ കളിക്കാതെ ഈ ഷോനെയും കൂടെ മറ്റുള്ള ഇതൊക്കെ സ്വപ്നം കണ്ട് ഉള്ളിലേക്ക് വന്ന് അവരും PR കൊടുത്തിട്ടുണ്ടായിരിക്കും. അവരെ കൂടി ടാർണിഷ് ചെയ്ത് അവരെ കൂടി ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ കൂടെ കളിച്ചിട്ടുള്ള ഈ 3 എണ്ണാണ്. ഇവർ 3 പേരും കൂടി അടിപിടി ഇല്ലാതെ അവർ തുടരുകയെന്ന് ചോദിച്ചാൽ, അടിപിടിയായിട്ട് തന്നെ പുറത്ത് തുടരുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ അടുത്ത് തെറ്റുണ്ടെന്ന് പറയാം. മനസ്സിലായോ? ഏതോ ഒരു ഭാഗം. അതല്ല, ഇവർ തിരിച്ചെത്തി കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും ജോയിൻ്റായിട്ട് പോവുകയാണെന്നെങ്കിൽ അത് സീരിയസ്ലി ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. അപ്പോൾ ഡ്രസ്സിങ് റൂം നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് നോക്കൂ. ഈ പ്രാവശ്യം ബിഗ് ബോസ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊറ്റ കാര്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകിൽ ബിഗ് ബോസിന് നട്ടല്ലില്ല, അല്ലെങ്കിൽ ബിഗ് ബോസ് ഫേവർ ചെയ്യുന്നുണ്ട്. ഈ രണ്ടാല് ഒരു സംഗതി ഉണ്ട്. ഫേവർ ചെയ്യുന്നുണ്ട്, പക്ഷേ ബിഗ് ബോസിൻ്റെ കൺട്രോളിൽ കിട്ടില്ല. കാരണം ബിക്കോസ് ഈ വരുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും ഒന്നും പ്രെഡിക്റ്റബിൾ ആയിരിക്കില്ല. എല്ലാവരും ചരടിൻ്റെ അടിയിലുള്ള ആ ഒരു ചരട് പിടിച്ച് വലിക്കുന്ന സിറ്റുവേഷനിലാണ് പോകുന്നത്. പക്ഷേ പല ആൾക്കാരും മനുഷ്യന്മാരെ മനസ്സല്ല ഏത് രീതിയിലാണ് പോകുന്നറിയില്ലോ, ആ ഒരു കണ്ടീഷനിൽ മാത്രം അവർക്ക് പിടിച്ചാൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കേണ്ടത്, ഈ 3 പേരും വളരെ വ്യക്തമായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആരെയാണ് നോക്കണം, അക്ബറിനെയാണ്. ഇത് ഞാൻ അതിലേക്ക് വരാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദയവ് ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇന്ന് നടന്നിട്ടുള്ള സംഭവം എന്താ, നമ്മൾ ഫസ്റ്റ് കണ്ടത് എന്താ, നമ്പർ എക്സ്ചേഞ്ച് ചെയ്തു. അതായത് ടിഷ്യൂ പേപ്പറിൽ 2 പേരുടെയും നമ്പറുകൾ എഴുതി കൊടുത്തു. ആദ്യം എന്താ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, ഞാൻ കണ്ടിട്ടുള്ളത് വിനുവിൻ്റെ നമ്പർ കൊടുത്തു എന്നുള്ള. കാരണം വളരെ കൃത്യമായിട്ട് ആദില പറയുന്ന ലിപ്പ് മൂവ്മെൻ്റ് ഉണ്ട്, വിനു എന്നുള്ള ലിപ്പ് മൂവ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് ലൈവിലാണ് ഞാൻ കണ്ടില്ല, എപ്പിസോഡിലാണെന്നറിയില്ല, എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട്. അതിലവിടെ വളരെ വ്യക്തമായിട്ട് വിനു എന്ന് പറഞ്ഞിട്ടുള്ള പേര് അതിനുള്ളിൽ
ആദില പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ് വളരെ കൃത്യമായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് വിനുവിൻ്റെ നമ്പർ എഴുതി കൊടുത്തെന്ന് പറഞ്ഞു. ഒരാളുടെ നമ്പർ എത്രത്തോളം ഓർമ്മ നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു മനുഷ്യന് ഒരാളുടെ നമ്പർ കാര്യമായിട്ട് ഓർമ്മിച്ച് വെക്കണം. ഇതും ഗെയിം പ്ലാൻ പറയാൻ പറ്റില്ല. ഇതിനുള്ളിൽ ചെന്ന് ഗെയിം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരാൾ പുറത്തു പോവുകയാണെങ്കിൽ രണ്ടാമത്തെ ആൾ കോൺടാക്ട് ചെയ്യുന്നത് ഇന്ന പേഴ്സണെയാണ്. ബിക്കോസ് അപ്പുറത്ത് നിൽക്കുന്ന 2 പേരും 2 കണ്ടസ്റ്റൻസ് ആയിട്ട് മാറിക്കഴിഞ്ഞു. മനസ്സിലായോ? അവർ 2 പേരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാളതിനുള്ളിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ മറ്റേ ടീമിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ നമ്പർ പഠിച്ച് വന്നേ പറ്റുള്ളൂ. പഠിച്ച് വരില്ല എന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പല ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നത് കണ്ടു, നമ്പർ പഠിച്ചിട്ട് എങ്ങനെ വരാൻ പറ്റുകയെന്ന്. ഓക്കെ, എന്താണെങ്കിലും ആ ഒരു വിഷയമല്ല ഇവിടെ. കാരണം വെച്ചാൽ അവിടെ ഇപ്പോൾ നമ്പർ കൊടുത്ത ആളുടെ പേര് മാറിക്കഴിഞ്ഞു. സിസ്റ്ററുടെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് പറഞ്ഞു. പക്ഷേ ഇതൊന്നും അല്ല റെലവൻസ്. ഇവിടെ റെലവൻ്റ് ആയിട്ട് വരുന്നത് നമ്പർ കൈമാറ്റോ ഇതൊന്നുമല്ല, എന്താണ് ആ കൊടുത്തിട്ടുള്ള മെസ്സേജ് എന്നുള്ളതാണ് ഭയങ്കര കാര്യങ്ങൾ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒരാൾക്കും തെളിയിക്കാൻ പറ്റില്ല. ബൈക്ക് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പറഞ്ഞതെങ്കിൽ അവർക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിക്കാനുള്ള വല്ല സംവിധാനങ്ങളും ചിലപ്പോൾ ഉണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ വീണ്ടും പറയുന്നു, ഇത് ബിഗ് ബോസ് വിചാരിച്ചാൽ കൂടെ അല്ലെങ്കിൽ ബിഗ് ബോസ് വിചാരിച്ചാൽ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെന്ത് സംസാരിച്ചു എന്നുള്ളത് അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അവരിൽ ഒതുങ്ങിക്കഴിഞ്ഞു. ഇനി അതിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചളി വരുത്തേക്കലും നാളെ കഴിഞ്ഞ ഇതും പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫാൻ ഫൈറ്റോ വാക്പോരോ വീഡിയോസും കാര്യങ്ങളും അല്ല. അവർ ജോയിൻ്റ് ആയിക്കഴിഞ്ഞാൽ വേറെ തലത്തിലേക്കും പോകും അല്ലാണ്ട് വേറെ ഒരു വസ്തു ഉണ്ടാവില്ല. മനസ്സിലായോ? ആ പറഞ്ഞ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ആ പറഞ്ഞ കാര്യം വേറെ തിരിച്ചാന്നുള്ളത് ഇതാക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് പറയാൻ കാരണം അറിയോ? വളരെ കൃത്യമായിട്ട് ഡേ 1 ഓൺവേർഡ്സ്, ഈ സീസൺ തുടങ്ങിയത് മുതൽ ഈ അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി, അനുമോളെ ഞാൻ മോശമാക്കി പറയല്ല, എല്ലാവർക്കും ഗെയിം തന്നെയാണ് കേട്ടോ. ഇവർ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തിരുന്നത് അക്ബറിനെയാണ്. അക്ബറിന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ അങ്ങനെ അവിടെ ഇവിടെ പറയാതെ പറഞ്ഞിട്ട് പോയി. അക്ബറിന് ഈ മറ്റേ അക്ബറിൻ്റെ സോങ് പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ ഡയറക്ടർ തന്നെയായിരുന്നു ഇതിൻ്റെയും ഷോ ഡയറക്ടറായിട്ടുള്ള സർഗോ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിലും ഉള്ളിൽ കയറുന്ന ആൾക്കാരുടെ മനസ്സിലൊക്കെ ഉണ്ടായിരിക്കും ഇത്രയും ഭയങ്കര ക്ലോസ് കണക്ഷനുള്ള സമയത്ത് അക്ബറിന് ഇത്രയും ഫേവറേറ്റ് ആയിരിക്കും. അപ്പോൾ അക്ബറിനെ ആദ്യം തന്നെ അക്ബർ എന്ന് പറഞ്ഞ മനുഷ്യനെ, അക്ബർ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റിനെ അവിടെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും വളരെ സിമ്പിളായിട്ട് വഴി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ സർഗോ കണക്ഷൻ എക്സ്പോസ് ചെയ്യാം. പൊട്ടിക്കാൻ എന്തായാലും കഴിയില്ല. അപ്പോൾ ഇത് എക്സ്പോസ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഈ സീസൺ തുടങ്ങിയത് മുതൽ ഇവിടെ പുറത്തെല്ലാവരും വേറെ ഒന്നും പറയുന്നില്ല, ഒന്നും പറയാതെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഈ സർഗോ എന്നുള്ള സംഗതികൾ മാത്രമേ ഇവർ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. അത് ഒരുവിധം ഒരുപാട് PR ടീംസിൻ്റെ ചിലപ്പോൾ പ്ലാൻ ആയിരിക്കാം. ഇവർ ഈ ഒരൊറ്റ കാര്യം മാത്രം ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളൂ. അതിലിടയ്ക്കാണ് അക്ബറിൻ്റെ സെപ്റ്റിക് ടാങ്ക് വിഷയം കയറി വന്നതോടുകൂടി അവൻ്റെ സംസാരം കൂടി കൂടുതൽ വന്നു. അപ്പോൾ ക്ലിയർ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അക്ബർ, ഒന്ന് സർഗോ, രണ്ടാമത്തെ കേസ് കുളി, വൃത്തി. അതായത് ഈ മനുഷ്യൻ ഒരു വൃത്തിയില്ലാത്തവനാണ്, ഒരു വൃത്തികെട്ടവനാണ്, ഒരാൾക്ക് സംസാരിക്കാൻ പറ്റാത്തവനാണ് എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടുള്ള പിക്ചർ ഇവിടെ കൃത്യമായിട്ട് പുറത്തേക്ക് കൊടുത്തു. വളരെ കൃത്യമായിട്ട്. ഇതൊന്നും ഞാൻ മോശം എന്ന് ഞാൻ ഈ ഒരു സ്റ്റേജിൽ പറയുന്നില്ല, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ഇതിൻ്റെ പേരിൽ പുറത്തുനിന്ന് പണിയെടുക്കാൻ ആൾക്കാരെ വെപ്പിക്കുക, അവർ ഈ രീതിയിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ഇക്വലൻ ടു ചീറ്റിംഗ് ദി ഓഡിയൻസ്. ഓഡിയൻസിന് പട്ടി വില പുല്ല് വില കൊടുക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി മാത്രമാണത്. ഒന്ന്. മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അക്ബറിൻ്റെ നോട്ടം ശരിയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതൊക്കെ ഇപ്പോൾ റെലവൻ്റ് ആയിട്ട് വരിക. ഞാൻ സത്യം പറഞ്ഞാൽ ഈ സംഗതികളൊക്കെ പറയുന്ന സമയത്ത് ഇരുന്ന് ആലോചിച്ച് ഞാൻ നമ്മളിങ്ങനെ പറഞ്ഞതിന് മുന്നേ എഴുതി നോക്കുമ്പോൾ തലങ്ങും വിലങ്ങും ചിന്തിച്ച ശേഷം മനസ്സിലാവുക. തുടക്കം തൊട്ട് ഈ ഒരു മനുഷ്യനെ, ഒരു പുരുഷനെ ഏറ്റവും കൂടുതൽ തകർക്കുക, ടാർഗറ്റ് ചെയ്യുക, അവനെ ജീവിതം ഇല്ലാതാക്കുക, അവന് മുൻപോട്ടുള്ള സംഗതിയും ഒരു മനുഷ്യൻ്റെ പോലും അവൻ നീച്ചു നിൽക്കാനോ അവൻ്റെ തലവട്ടം കാണിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആക്കുന്ന സംഭവം എന്താ അറിയോ? ഞരമ്പൻ. അവൻ സ്ത്രീ വിഷയത്തിൽ മോശമാണെന്ന് പറഞ്ഞാൽ കള്ളുകൂടി സിഗരറ്റ് വലിയ ഒന്നും ഒരു വിഷയമല്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയൂ, നിങ്ങൾ അങ്ങനത്തെ ഒരു പുരുഷനെ ഏതൊരു സ്ത്രീകളെ അക്സെപ്റ്റ് ചെയ്യോ? ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യോ? പുരുഷന്മാരെ അക്സെപ്റ്റ് ചെയ്യോ? അങ്ങനത്തെ ഒരു വ്യക്തിനെ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യോ? അവൻ ഞരമ്പനാണ്, അവൻ്റെ നോട്ടം ശരിയല്ല. ഈ സാധനം വളരെ കൃത്യമായിട്ട് അനുമോൾ ആദ്യം എടുത്തിട്ടില്ലേ? ഈ സാധനമല്ലേ പിന്നെ കംപ്ലീറ്റ് വന്നിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് അതിൻ്റെ ഇടയിൽ കയറി വന്നതാ. അതൊന്നും ഇറലവൻ്റാ. സെപ്റ്റിക് ടാങ്ക് വിഷയമൊന്നും ആയിരുന്നില്ല. അത് വെറുതെ ലാലേട്ടൻ അവിടെ ഇട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാത്രം വിഷയമാണ്. പക്ഷേ ഈ സാധനം അവിടെ വന്നിട്ടുള്ളത് ഇവൻ്റെ നോട്ടം ശരിയല്ല. മനസ്സിലായോ? അത് കഴിഞ്ഞ് കുറേ സംഭവം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ഒരു രീതിയിൽ പോകുന്ന സമയത്ത് അടുത്ത ഒരു ചെറിയ ചാൻസ്, വളരെ നേരിയ ഒരു ചാൻസ് കിട്ടി. ഒരു ടാസ്കിൻ്റെ ഇടയിൽ അനുമോളുടെ പുറകിൽ ഇവൻ അക്ബർ വന്ന് നിൽക്കുന്നു. അക്ബർ വന്ന് നിൽക്കുന്ന സമയത്ത് എത്ര വൃത്തികെട്ട രീതി, ഞാനൊന്നും വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടോന്നറിയില്ല, എത്ര വൃത്തികെട്ട രീതിയിലാണ് ഒരു പുരുഷൻ അവിടെ പോർട്രേ ചെയ്തിട്ടുള്ളത്. അതായത് ബസ്സിൽ കയറിയിട്ട് മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ പോലും പബ്ലിക് സ്ഥലത്ത് വെച്ചിട്ട് പോലും ജാക്കി വെക്കുന്ന രീതിയിൽ അത്രയും പെർവേർട്ടഡ് മൈൻഡുള്ള ഒരു വ്യക്തിയാണ് അക്ബർ.
അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഈ സ്ത്രീകളുടെ കൂടെ കണ്ട ഈ ഇങ്ങനത്തെ ടാസ്കുകളൊക്കെ ഇടപഴകി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്നുള്ളത് പോർട്രേ ചെയ്യപ്പെട്ടോടെ വളരെ കൃത്യമായിട്ട് അക്ബറിന് ഈ ഒരു പിക്ചർ കൊടുക്കണം ആ മനുഷ്യനെ. എത്രത്തോളം അധപ്പതിച്ച്, എത്രത്തോളം ദ്രോഹം, എത്രത്തോളം പാപമാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കും. ഞാൻ ഇതായി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാൻ അക്ബറെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ല, ഇത് ഞാൻ ഉണ്ടായ സംഗതിയാണ് തിരിച്ചും മറിച്ചും ചിന്തിച്ച് പല ഡിസ്കസ് ചെയ്ത് അങ്ങനെ പറയുന്നൊരു കേസാണ് കേട്ടോ. വളരെ കൃത്യമായിട്ട് ഇവനെ സാധനം ഇട്ട് കൊടുത്തു അല്ലേ. ഇവൻ ഞരമ്പനാണ്, അത് ആ ഒരു അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു ഇവൻ എങ്ങനെയാണെന്ന്. ഇത് എന്ത് രീതിയിൽ കട്ട് പുറത്തേക്ക് പോകുന്നുള്ള അറിയില്ല. എത്ര റീൽസ് അവിടെ വന്നു കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ സംഗതികൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി പോട്ടെ, ഇതിൽ ഷാനവാസ് പോലും വീണു, മനസ്സിലായോ? ഷാനവാസിനെ വരെ വളരെ കൃത്യമായിട്ട് വീഴ്ത്തി. ഷാനവാസിനെ പോലും തുടക്കം മുതൽ അക്ബറിനെതിരാക്കി എന്നല്ല ഞാൻ പറഞ്ഞത്. അത് അക്ബർ അങ്ങനെ പറഞ്ഞു എന്നല്ല പറഞ്ഞത്. ഷാനവാസ് പോലും അക്ബർ എന്ന് പറഞ്ഞ വ്യക്തിനെ എതിർക്കുക, അവൻ്റെ മാനിപ്പുലേഷൻ, അവൻ്റെ തിരിച്ച്, ഇതൊക്കെ ഉള്ളിൽ ഭയങ്കര സ്ക്രൂ നടന്നു. ആ സ്ക്രൂവിൽ വളരെ നല്ല പങ്ക് ഷാനവാസിൻ്റെ കൂടെ നടന്നിട്ടുള്ള പെങ്ങന്മാർക്കുണ്ട്. ആ പെങ്ങന്മാരുടെ സുഹൃത്തായിട്ടുള്ള അനുമോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രയാങ്കിളുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല അല്ലേ? നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി എന്നുള്ളത് അറിയില്ല. ഇനി ഇതെന്താ അറിയോ, ഇത് ഗെയിമാന്ന് വിചാരിക്കും അതിൻ്റെ ഉള്ളിൽ. ഇതേ സംഗതിയല്ലേ പുറത്ത് നടന്നിട്ടുള്ളത്. സെയിം തിങ് ഹാപ്പൻഡ് ഔട്ട്സൈഡ്. എന്തൊക്കെ അലിഗേഷൻസ് ആണോ ഉള്ളിൽ വെച്ചിട്ടുള്ളത്, അതേ അലിഗേഷൻസ് വെച്ചിട്ടാണ് ഇവിടെ ഈ കംപ്ലീറ്റ് പുറത്ത് ഈ പ്രചാരം കംപ്ലീറ്റ് നടന്നിട്ടുള്ളത്. ഒന്ന് സെർഗോൻ്റെ കണക്ഷൻ, കുളിയുടെ വൃത്തിയുടെ കേസ്, മൂന്നാമത് ഞരമ്പൻ്റെ ഇഷ്യൂ, സെപ്റ്റിക് ടാങ്ക് അവിടുന്ന് വീണ് കിട്ടിയ സംഭവം. ഈ വിഷയങ്ങൾ വെച്ചിട്ടല്ലേ പുറത്ത് അക്ബറിനെ വളരെ കൃത്യമായിട്ട് അറ്റാക്ക്. അക്ബർ കപ്പ് നേടണമെന്ന് ഞാൻ പറയില്ല, അവൻ ഡിസർവിങ് കണ്ടസ്റ്റൻ്റ് ആണെന്ന് ഞാൻ പറയില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ സത്യം പറയാം, എനിക്ക് നെവിൻ, ഐ ജസ്റ്റ് ലൈക്ക് ദിസ് ഗൈ, പറയാതിരിക്കാൻ പോയി. എനിക്ക് വരാം. അക്ബർ ഒരിക്കലും ഡിസർവിങ് കണ്ടസ്റ്റൻ്റ് അല്ല, അത് വേറെ കഥ. പക്ഷെ എന്താണെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള സംഗതി അതിൻ്റെ ഉള്ളിൽ നിന്ന് മെസ്സേജ് കൊടുത്തതിൻ്റെ ബാക്കിയാണ് പുറത്തത് എക്സിക്യൂട്ട് ചെയ്യണേ. ഇവിടുന്ന് ഒരു പ്ലാൻ ആക്കി പോയി അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഇന്ന കാര്യങ്ങൾ മെസ്സേജസ് കൊടുത്തിട്ട് വളരെ കൃത്യമായിട്ട് ഇത് പുറത്ത് എക്സിക്യൂട്ടീവ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സെയിം തിങ് ഹാപ്പൻഡ് ഔട്ട്സൈഡ് അല്ലേ? സത്യമല്ലേ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. പിന്നെ കർമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് അല്ലേ? അത് ഏതൊരു മനുഷ്യൻ്റെ ലൈഫിലുണ്ട്, എല്ലാ സിറ്റുവേഷൻസിലുണ്ട്. കർമ്മ ഇസ് എ ബൂമറാങ്. ഡെഫിനറ്റ്ലി കർമ്മ വിൽ ഹിറ്റ് യു ബാക്ക്. അത് തിരിച്ച് വരാതിരിക്കില്ല. അതാണ് ഇപ്പം കാണുന്നത്. മനസ്സിലായോ? ഞാൻ അനുമോളുടെ കേസ് തന്നെ എടുത്ത് പറയുന്നത്. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് അനുമോൾ ഇത്, എനിക്കെന്തോ വിശ്വാസമില്ല. ഞാൻ പറയുമ്പോൾ എനിക്ക് ഒരുത്തനെയും വിശ്വാസമില്ല, എല്ലാം കണക്ക്. എനിക്ക് പിന്നെയും അത് ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറയാം, ആദ്യം ഞാൻ കുറേ എന്താ പറയുക ദേഷ്യപ്പെട്ട് വൃത്തികേട് ഞാൻ പറയുന്നത് പറഞ്ഞ വ്യക്തിയാണ് നെവിൻ. പിന്നെയും ഞാൻ പറയുന്നു, എനിക്ക് ഐ തിങ്ക് ഹീസ് എ വെരി നൈസ് ഗൈ. ഞാൻ അനീഷിനെ പോലും ഇപ്പോൾ പറയുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ശ്രദ്ധിച്ചോളൂ. അനുമോളുടെ കർമ്മയുടെ കളി, ആര്യൻ്റെയും ജിസേലിൻ്റെയും കാര്യം ക്രിയേറ്റ് ചെയ്തു. കണ്ട് മനസ്സിലായോ? ആ സമയത്ത് പോലും ഞാൻ ഇത്രയൊക്കെ നിൽക്കുന്ന വ്യക്തി ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഫൈനൽ കാര്യത്തിൽ ഞാൻ അത്ര പറഞ്ഞിട്ടുള്ളൂ. ഇത് എന്താ ഉണ്ടായെന്ന് അനുമോൾക്കേ അറിയുള്ളൂ കേട്ടോ. ബിഗ് ബോസ് ഒരിക്കലും തുറന്ന് സമ്മതിക്കില്ല, കാണിക്കില്ല, പറയില്ല. അത് അനുമോൾക്കേ അറിയുള്ളൂ. ഇങ്ങനൊരു വ്യക്തി ഇത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സത്യം ഇല്ലാതിരിക്കില്ല. സീരിയസ്ലി ഞാനൊരു സൈഡ് എടുക്കാത്ത ആളാണ്. അനുമോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത ആളാണ്. ആ ഒരു സിറ്റുവേഷനിൽ പോലും എന്നെപ്പോലുള്ള പലരും ആ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളും ചിന്തിച്ചിട്ടില്ലേ? ഞാൻ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിൽ ചെയ്തു പോയി. ബിക്കോസ് ദാറ്റ്സ് എ പിക്ചർ ഗെറ്റിംഗ് ഔട്ട്സൈഡ് അല്ലേ? ഒന്നത്. രണ്ടാമത് ഞാൻ അക്ബറിൻ്റെ കേസ് പറഞ്ഞു, അക്ബറിൻ്റെ ഞരമ്പ് വിഷയം. മൂന്നാമത് അപ്പാനി ബിൻസി വിഷയം. ഇതൊരു ചർച്ചയാക്കിയില്ലേ? ചർച്ചയാക്കി വളരെ സീക്രട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു അടി വന്ന സമയത്ത് അനുമോൾ എടുത്തിട്ടു ഇല്ലേ? നീ കാരണം വെച്ച് പോയി ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് എത്രത്തോളം ഇതുണ്ടാക്കി. എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും കൂടുതൽ ആളിക്കത്തി അവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം. അത് അനുമോൾ മാത്രം ഞാൻ പറയുന്നില്ല, അതിൻ്റെ കൂടെ ഈ ഗ്യാങ് ഉണ്ട്, ഈ ആദില, ഈ നൂറ, ഈ ഗ്യാങ് ഉണ്ട് അല്ലേ? പിന്നെ നിങ്ങളൊരു കാര്യം എനിക്കറിയില്ല, ഈ ഇതൊക്കെ പറഞ്ഞ സമയത്ത് അനുമോളുടെ ടീം ഒരിക്കലും സമ്മതിച്ചു തരില്ല. പക്ഷെ എന്നാൽ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ് പോയിട്ടേ ഇരുപ്പേ. ആ ഒറ്റ കാര്യം മാത്രം പറയാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനുമോൾക്ക് എന്തെങ്കിലും ഒരു അനുമോളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അനുമോൾ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അനുമോൾ എന്ത് ചെയ്യുമറിയോ? ഒരൊറ്റ ഇരുത്ത അവിടെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളിപ്പോൾ ഞാൻ ഇരിക്കുന്ന ചിലപ്പോൾ താടി മീശയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയല്ല തോന്നിപ്പോവും. പക്ഷെ ഒരൊറ്റ ഇരുത്താം 36 അവിടെ. ആ ഇരുത്തം അങ്ങനെ ഇരിക്കും. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല പറഞ്ഞാൽ അനങ്ങാതൊരു ഇരുത്തുണ്ട്. ഇതൊന്നും എനിക്ക് വിഷയബാധമല്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. മനസ്സിലായോ? ഒന്നും ഉണ്ടാതൊരൊറ്റ ഇരുത്തം അവിടെ. വേറെ എന്ത് പ്രശ്നങ്ങൾ ആരൊക്കെ ഇത് പ്രശ്നം മെല്ലെ കത്തിച്ച് വിട്ടിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ചുറ്റുണ്ടായി കഴിഞ്ഞാലും അത് തിരിച്ച് മേലെ അടി വന്നു കഴിഞ്ഞാൽ പോലും അനങ്ങാതിരിക്കുന്ന അനുമോള്
അനുമോളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, അനുമോൾക്ക് പ്രശ്നം പാളി എന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ സംസാരമായിരിക്കും, ന്യായീകരിക്കൽ, മെഴുകലായിരിക്കും, ക്യാമറ ആയിരിക്കും, കരച്ചിലായിരിക്കും, എല്ലായിടത്തും പോയി സംസാരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അനീഷിൻ്റെ വിഷയം, അനീഷിൻ്റെ വിഷയത്തിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, അനീഷിനെ കൊണ്ട് ഈ രീതിയിൽ ഉണ്ടാക്കിച്ചത് അനുമോള് തന്നെയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടത്. പക്ഷേ അവിടെ അനീഷ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ഒരു സാധനം എടുത്തിടുമെന്ന് വിചാരിച്ചില്ല. ഒരു പക്ഷേ ചിലപ്പോൾ അനീഷിൻ്റെ ഗെയിം ആയിരിക്കാം, ഞാൻ ഗെയിം അല്ലാതെ ഇത്രയും പറഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷേ അയാളുടെ ഗെയിം ആയിരിക്കാം, അവിടെ ഇട്ടിട്ട് തന്നെ ഈ സാധനം പിടിക്കും. അയാളും ഗെയിമറാണല്ലോ, മൈൻഡ് ഗെയിം ആയിരിക്കാം, യഥാർത്ഥത്തിൽ ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ സാധനത്തിനെ തിരിച്ചടിച്ച സമയത്ത് ഷീ വാസ് ഹെൽപ്ലെസ്. അവിടെ അനുമോൾക്ക് ഇത് പറയാനും പറയാതിരിക്കാനും ഒരു രക്ഷയില്ലാണ്ട് എന്താ പറയുക, മെരുവില്ല, എങ്ങനെ ഓടി കിടക്കണം, കൂട്ടിനുള്ളിൽ കിടന്ന് ഓടണേ, ആ രീതിയിൽ ഓടി നടക്കുകയായിരുന്നു. ആ ഒരു വിഷയം എത്ര നേരം ചർച്ച ചെയ്തു അനുമോള്. അത് അനുമോളെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം വെച്ചാൽ അനുമോൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഈ മനുഷ്യൻ ഇത്ര നിഷ്കളങ്കൻ, സാധാരണക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇഷ്ടം അതിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അത് വന്ന് ഇഷ്ടം പറയുന്ന സമയത്ത് നോ പറയാ, യെസ് പറയാത്തൊരു സിറ്റുവേഷനിലായി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് അടിക്കുക അനുമോൾക്ക് തന്നെയാണെന്ന് വളരെ കൃത്യമായിട്ട് അറിഞ്ഞ അനുമോളാണ് അവിടെ വീണ്ടും അവരെ ചെന്നിട്ട് അത്രയും നേരം തെറ്റിയിരുന്നിട്ടുള്ള അതിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ട്രയാങ്കിൾ ഭയങ്കര ഡേഞ്ചറാണ്. ഈ ട്രയാങ്കിൾ ഇനി പുറത്തിറങ്ങിയത് ഒന്നാവും. കാരണം ഇവർ പ്ലാൻഡാണ്, ഇവർ പുറത്തുനിന്നേ പ്ലാൻഡാണ്, ഇവർ ഉള്ളിൽ ചെന്നിട്ട് പ്ലാൻഡാണ്. ഇവർ കംപ്ലീറ്റ്ലി ഫേക്ക് ഗ്യാങ്ങാണ്, ഫേക്ക് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിളാണ്. അവർ പറയാതിരിക്കാൻ വയ്യ. അത്രയും നേരം അടിപൊളി ഉണ്ടായിട്ടുള്ള ആളെ ഒറ്റടിക്ക് വിളിച്ചപ്പോൾ ആൾ വന്ന് കണ്ടോ, ഒറ്റടിക്ക് വിളിച്ചു. എന്ത് തരിപടി, ഒരു സെക്കൻഡ് പോലും ആതിരക്കോ നൂറക്കോ ചിന്തിക്കേണ്ടി വന്നില്ല. ഇവൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കണോ, ഇപ്പോഴത്തെ സമയത്ത് ഞങ്ങൾ അടിപൊളി കൂടിയിരിക്കില്ല, ഞാനതിൽ ഇടപെടണോ എന്ന് ഒരു നിമിഷം പോലും ചിന്തിച്ചിട്ടില്ലല്ലോ. വേറെ ഏതൊരു വ്യക്തിയാണെങ്കിലും ചിന്തിക്കില്ലേ, നീ എന്താ കാണിച്ചത്, നീ ഇതെല്ലാം കാണിച്ചത്, ഞങ്ങളെ വിട്ടിട്ട് പോയതല്ലേ, ഇപ്പോൾ ഓടി അവിടുന്ന്. ഒരു സെക്കൻഡ് പോലും പറയാതെ അനുമോൾക്കൊരു വിഷയം വന്ന സമയത്ത് നേരെ അതിൽ നൂറി വന്നിരുന്നത് സംസാരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി. ഒറ്റയടിക്ക് വന്നിരുന്ന് സംസാരിച്ചു. എന്നിട്ട് അവർ അത് ചർച്ച ചെയ്ത് ദേ ഫോഴ്സ്ഡ് ഹിം ടു റിപ്ലൈ സെയിങ് ദാറ്റ് ഞാൻ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, അത് കഴിഞ്ഞ് അവസാനിച്ചു. എന്നിട്ടും അത് വീണ്ടും കൊണ്ടുപോയി. മനസ്സിലായില്ലേ? ഇന്നലെ ശൈത്യ അതേമാതിരി കടന്ന് കരയാണ്. ശൈത്യയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് വേറൊരു കഥ. പറയുന്ന സമയത്ത് കുലുങ്ങിയോ, നേരിടണം, സൈബർ അറ്റാക്കല്ലേ, നേരിടണം, നീ മൈൻഡ് ചെയ്യണ്ട. ഇന്ന് എന്തേ അനുമോൾ നടക്കുന്നത്, ഇന്ന് എന്തിനാ ആദില നൂറ വിഷയം കഴിഞ്ഞ സമയത്ത് അനുമോൾ പുറകെ നടക്കുകയാണല്ലോ, കരയാണല്ലോ, പല പരിപാടികളും കാണിക്കുകയാണല്ലോ, കയ്യും കാലിട്ട് അടിക്കുകയാണല്ലോ. ഇത് കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് കോൺസേർട്ട് വന്ന സമയത്ത് പഴയ ഭാവം എടുത്തിരുന്നു. അപ്പോൾ ഒക്കെ മനസ്സിലായി, വരും പോലെ വരട്ടെ, ഇതിനും പുറത്തുള്ള ആൾക്കാർ വഴി കണ്ടിട്ടുണ്ടാവുന്നു. മനസ്സിലായോ? ഇന്നിപ്പോൾ അനീഷ് മുണ്ടിയിട്ടില്ല. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, എവിടെ അനീഷ്, ആത്മാർത്ഥ സ്നേഹം പറഞ്ഞവൻ എവിടെ? അനുമോൾക്കൊരു പ്രശ്നം വന്ന സമയത്ത് പിച്ച് ചീന്താൻ ഇട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അയാൾ ഗെയിമറാണ്, ഗെയിം കളിക്കുകയാണ്, സ്നേഹം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അയാളും ഗെയിം കളിക്കുക. സോറി, അനീഷ് ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു അക്ഷരം അനീഷ് മുണ്ടില്ല. അനീഷ് മുണ്ടിയാൽ അവിടെ തീർന്നു അനീഷ്. ഇപ്പോൾ തൽക്കാലം അതിന് സ്ക്രീൻ സ്പേസ് ഇല്ല എന്നുള്ള സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം അനീഷ് മുണ്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു വിഷയം നടക്കുമ്പോൾ അനീഷ് മുണ്ടിയ ഒന്നാമത് അനീഷിനെ ഇത് സംസാരം വിലക്കെടുക്കില്ല, ഉറപ്പാണ്, അവിടെ അടിപിടിയാവും. അനീഷ് മുണ്ടില്ല. അപ്പോൾ അനീഷും അവിടെ ഗെയിമർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അനീഷ്, സത്യം പറഞ്ഞാൽ അനീഷ് ഇങ്ങനെ ട്രൂ ലവ് ആയിരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല. നമുക്കിതിനെ പുറത്തുനിന്ന് ഇങ്ങനെ കാണാച്ച ഇങ്ങനെ ഒരു, എനിക്കറിയില്ല, ഇങ്ങനെ ഒരു കുട്ടീനെ സ്വന്തം ജീവിതത്തിലേക്ക് രണ്ടാമത്തെ ഒരു ചാൻസിലേക്ക് എടുക്കാൻ ഐ ഡോണ്ട് തിങ്ക് സോ. മനസ്സിലാക്കാതിരുന്നിട്ടൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ. എന്തായാലും ശൈത്യനെ അഡ്വൈസ് ചെയ്യുക, എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉപദേശിച്ച് മനസ്സിലാക്കുക, ശരിയാക്കണം, അതൊന്നും വിഷയമല്ല. പക്ഷേ ഇന്നലെ ഈ സംസാരിച്ച സമയത്ത് ഇതിലൊന്നും അനുമോൾക്ക് വരാൻ താല്പര്യമില്ല. പക്ഷേ ഇന്നിപ്പോൾ പുറകെ നടക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടാവുമായിരിക്കും, പുറകെ നടന്ന് പ്രശ്നം ഉണ്ടാക്കുക. കുറച്ച് കഴിഞ്ഞാൽ അനുമോൾ ശരിയാവും കേട്ടോ, അത് വേറെ കഥ. കാരണം എന്താ അറിയോ, കാര്യമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു എന്നുള്ള സംഗതിയിൽ അനുമോൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇതിലേറെ കൂടുതൽ എന്താ അറിയോ, ഇപ്പം ഞാൻ എൻ്റെ വീട് പണി നടക്കുക അവിടെ നാട്ടിൽ. ഞാൻ പണ്ട് രണ്ടാമത്തെ വീട് ഉണ്ടാക്കുന്നത്, ഇത് ഇറലവൻ്റ് അല്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. ആ സമയത്ത് ഞാൻ സ്വന്തമായിട്ടാണ് പോയി പണിയെടുപ്പിച്ചിരുന്നത്. ഇന്ന് ഞാൻ ഈ വീട് പണി കൊടുത്തിട്ടുള്ളത് വളരെ വെൽ നോൺ ആയിട്ടുള്ള, കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണ്. അയാൾക്കത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻപുട്ടായിട്ടുള്ള എന്തെങ്കിലും ചെറിയ സ്പാർക്ക് ഓഫ് ഐഡിയ, എനിക്ക് വേണ്ട സാധനം ഇതാണെന്നും അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് മാത്രമേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെ വളരെ കൃത്യമായിട്ട് അനുമോൾക്ക് വളരെ കൃത്യമായിട്ട് അനുമോൾക്ക് ഒരു കാര്യം അറിയാം, നല്ല പണി അറിയാവുന്നവൻ്റെ കയ്യിലാണ്, പണി അറിയാവുന്നവൻ്റെ കയ്യിലാണ് ഈ സാധനം ഏൽപ്പിച്ച് പോന്നിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, കേട്ടോണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ എതിരുണ്ടാവാറില്ല. വളരെ കറക്റ്റ് പേഴ്സണാണ്. അയാൾ പറഞ്ഞൊരു വേർഡ് ഉണ്ട്, ORM
കേട്ടിട്ടുണ്ടോ? ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ്. ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന സംഭവം എന്താ? നെഗറ്റീവ് കാര്യങ്ങളല്ലേ? നെഗറ്റീവ് അല്ലേ? ORM അയാൾ അങ്ങനെ തന്നെ പരിചയപ്പെടുത്തിയത്. അതൊക്കെ ആ പരിചയപ്പെടുത്തലും PR ആണെന്ന് പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. OR ഡേഞ്ചർ എന്ന് ഞാൻ പറയുന്നില്ല. ഈ കോണ്ടെക്സ്റ്റിൽ ആൾ എത്ര റെലവൻ്റ് ആണെന്ന് നോക്കിക്കോളൂ. ORM ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ്, അതായത് നെഗറ്റീവ് കാര്യങ്ങൾ ഒരാൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് അയാൾക്ക് നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് കാര്യങ്ങളെ മാറ്റി അതിനെ പോസിറ്റീവ് ആക്കുക, അല്ലെങ്കിൽ ആ നെഗറ്റീവ് കാര്യങ്ങളെ കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ് ORM. അതാണ് ഇയാൾ ചെയ്യുന്നത്. അപ്പോൾ അനുമോൾക്ക് എന്തൊക്കെ നെഗറ്റീവ് ഇതിൻ്റെ പേരിൽ വന്നു കഴിഞ്ഞാലും ഇതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് അറ്റ് എനി കോസ്റ്റ്, എന്ത് ബൈ ഹുക്ക് ഓർ ക്രൂക്ക് എങ്ങനെ വേണമെങ്കിലും ഈ സാധനത്തിനെ ട്വിസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആക്കാനും മറ്റുള്ളവരെ മേലേക്ക് ഈ നെഗറ്റീവ് ചെരിച്ചു വിടാനും വഴിതിരിച്ചു വിടാനും കഴിവുള്ള ആ ഒരു സാധനമാണ് ഈ ORM എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് ഫേസ്ബുക്ക് പേജസ്, വാട്സാപ്പ് ഗ്രൂപ്പ് പോട്ടെ, അവിടെ എല്ലാവർക്കും സംസാരിക്കുക, ബ്രോഡ്കാസ്റ്റ് ചാനൽ വരെ, ഫേസ്ബുക്ക് പേജസ് തിരിച്ചു അതേപോലെ യൂട്യൂബ് ചാനൽസ് വളരെ കൃത്യമായിട്ട് അനുമോളുടെ പോസിറ്റീവ് കാര്യങ്ങൾ ഒരുപാട് ഘോരം വാഴ്ത്തിപ്പാടുന്നു. അനുമോളുടെ സ്പെഷ്യലി എന്ന് ഞാൻ പറയാം, ചില ചാനലുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം എൻ്റെ ചാനലിൽ വരൂ, അടുത്ത ചാനലിൽ വരൂ, പല ആൾക്കാരും പലതും മിക്സ് ചെയ്ത് പറയുന്നുണ്ടായിരിക്കാം. ഇവിടെ പല ആൾക്കാരും എല്ലാം പറയുന്ന ചാനലുകൾ ഞാനെടുത്ത് വരുന്നില്ല. പക്ഷെ ചില ചാനൽസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അവരെന്തിനാണ് വന്നിരിക്കുന്നത്? അവരിതിൽ പോസിറ്റീവ് കാര്യങ്ങൾ, അതിന് കുഴപ്പമില്ല. മേ ബി ഇറ്റ് ഇസ് ദെയർ ഔട്ട്ലുക്ക്, അവരുടെ ഔട്ട്ലുക്ക് അങ്ങനെ ആയിരിക്കാം. അത്ര മാത്രം ഞാൻ പറഞ്ഞു നിർത്തുന്നു. ഒന്നത് ഹൈഡ് ചെയ്ത് നെഗറ്റീവ്, പോസിറ്റീവ് ചാനൽസ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം മറ്റുള്ള ഇതിനാണ് അക്ബർ കരയുന്നതും. അക്ബർ നല്ല ആരാണെങ്കിലും തല തല്ലി ചാവാൻ തോന്നും, അടിച്ച് പൊളിക്കാൻ തോന്നും തലമണ്ട. കാരണം വെച്ചാൽ മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ വീക്ക് പോയിൻറ്റ്സ്, മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ നെഗറ്റീവ് ആസ്പെക്ട്സ് പോർട്രേ ചെയ്തിട്ട് അവരെ പുറത്ത് ടാർണിഷ് ചെയ്ത് നെഗറ്റിവിറ്റി കൊണ്ടുവന്ന് അവരെ തകർക്കുന്ന സംഭവം. മനസ്സിലായോ? ഇതും ഉണ്ട് അവർക്ക്. അപ്പോൾ എത്ര സ്ട്രോങ് ആണെന്ന് നോക്കി നോക്കൂ. പ്ലസ് വോട്ട് ക്യാൻവാസിങ്, സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോയിൽ കണ്ടു ഒരു സംഗതി പറഞ്ഞു, ഈ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ പോയിരുന്ന് വോട്ട് ക്യാൻവാസ് ചെയ്യുന്നു എന്നുള്ളത്. അയ്യോ, അവർ പറഞ്ഞു രോഗികളുടെ വോട്ട്, OTP വോട്ട്. ഞാൻ അതിനെല്ലാം അങ്ങനെയല്ല കാണുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഷോ ഓഫ് ഫ്രം ദെം. എന്തിനറിയോ? അവർ നേരായ മാർഗത്തിലൂടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സ്വന്തം പെങ്ങൾ ആശുപത്രിയിൽ അവിടെയും ഇവിടെയും വരാന്തയിലും പോയിരുന്ന എല്ലാവരോടും കെഞ്ചി വോട്ട് അപേക്ഷിച്ചിട്ട് ആ കിട്ടിയ വോട്ടുകൾ കൊണ്ടാണ് അനുമോൾ ജയിച്ച് എന്ന് പറയാനുള്ള ഒരു സ്റ്റണ്ടായിട്ടാണ് എനിക്കതിനെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടൊന്നും ഒരു 10 ആളെ OTP വാങ്ങിയിട്ടൊക്കെ എത്ര എത്തും? ഒരു മനുഷ്യൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരാളുടെ ഫോൺ വാങ്ങി OTP ആക്കാൻ ഒരു 10 മിനിറ്റ് വരണ്ടേ? ആ 10 മിനിറ്റിന് എത്ര പേര് നിന്ന് കൊടുക്കും? 100 പേര് നിന്ന് കൊടുക്കുമോ? എത്ര ദിവസം നിൽക്കും? 100 വോട്ടാ? എനിക്കറിയില്ല കേട്ടോ. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. എനിക്ക് അങ്ങനെ കാണുന്നേക്കാളും കൂടുതൽ ഇഷ്ടം ജസ്റ്റ് ദേ വോണ്ട് ക്രിയേറ്റ് എൻ ഇംപ്രഷൻ ടു ഔട്ട്സൈഡ് വേൾഡ് ദാറ്റ് അവർ ചെയ്യുന്നത് ഇത് അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് വോട്ടുകൾ എടുക്കുന്നത് എന്നുള്ളത്. വോട്ടൊക്കെ വേറെ രീതിയിൽ 2000, 3000, 50,000, 60,000 കൊടുത്തിട്ട് വോട്ട് പർച്ചേസ് ചെയ്യുന്നുള്ള കാര്യം ഇവരെന്നെ സമ്മതിച്ച കേസാണ്. ഈ വ്യക്തികൾ തന്നെ സമ്മതിച്ചിട്ടുള്ള കേസാണ്. വോട്ട് മറയ്ക്കുന്നുണ്ട്, പല ഗ്രൂപ്പുകളിൽ ഇടുന്നുണ്ട്, തമിഴ്നാട്ടിലെ ഗ്രൂപ്പുകളിലുണ്ട്, പല ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടിട്ട് ഈ സംഗതി പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളത്. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ എൻ്റെ വീഡിയോയിലുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിന് അനുഭവസ്ഥനാണ്. അനുമോളുടെ ടീം ഒരിക്കലും എന്നെ ഡിഗ്രേഡ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? ബാക്കി എല്ലാവരും പഴയ സ്ട്രാറ്റജി വെച്ചിരിക്കുക. സപ്പോസ് ഐ ആം സ്പീക്കിംഗ് ബാഡ് അബൌട്ട് ഷാനവാസിനെ പറ്റി, ബാഡ് ഇൻ ദ സെൻസ് ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഷാനവാസിൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നു, അനീഷിനെ പറ്റി സംസാരിക്കുന്നു, ഓർ എനി അതർ കണ്ടസ്റ്റൻറ്റ് ഞാൻ അവരെ പറ്റി സംസാരിക്കുന്ന സമയത്ത് വേറെ കണ്ടസ്റ്റൻ്റ് ആയിട്ടില്ല മെയിനായിട്ട്. ഇപ്പോൾ ഷാനവാസ് അവരൊക്കെ പഴയ ആൾക്കാരാണ്. ആ ഷാനവാസിൻ്റെ ഏറ്റെടുത്തവർ പഴയ സ്ട്രാറ്റജിയും കൊണ്ടെടുക്കുക. ബിക്കോസ് ഇഫ് സംബഡി സ്പീക്സ് ബാഡ് അബൌട്ട് ദിയർ ഫേവറേറ്റ്, അല്ലെങ്കിൽ അവരുടെ ആ പൈസ വാങ്ങിയ കണ്ടസ്റ്റനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവനെ പോയി തകർക്കുക. പഴയ സ്ട്രാറ്റജിയാണ്. ഇവിടെ ഇവർ വളരെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്തു. ഞാൻ അനുമോളെ പറ്റി ഇത്ര കാലം ഐ ഹവ് നെവർ സ്പോക്കൺ ഗുഡ് തിങ് അബൌട്ട് ഹെർ. നിങ്ങൾ ഗുഡ് തിങ് ഇൻ ദ സെൻസ് ലൈക്ക് കുറച്ച് കാര്യങ്ങൾക്ക് ശേഷം ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഐ ഹവ് സ്പോക്കൺ ചില ഇൻസിഡൻസിൽ, ചില വളരെ ഫ്യൂ പെട്ടെന്ന് ചോദിച്ചാൽ റീകളക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അനുമോൾ ചെയ്ത് ഞാൻ എതിർത്തിട്ടില്ല. എന്നെ ആരും എതിർത്തിട്ടില്ല. അതായത് അനുമോളെ പറ്റി വേറൊരു ആയിട്ടുള്ള ഒരു യൂട്യൂബർ ഓർ ഫേസ്ബുക്ക് ഓർ ഇൻഫ്ലുവൻസർ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് 1000 പേര് സപ്പോർട്ട് ചെയ്യുമെങ്കിൽ ഈ 1000 പേര് ഒരു കാരണവശാലും എന്നെ വന്നിട്ട് അതിൽ 10% പോലും എന്നെ തെറി പറയുന്നില്ല. മറ്റുള്ള ആൾക്കാരുടെ കേസിൽ നേരെ ഡിഫറൻ്റ് ആയിട്ട് സംഭവിക്കുന്നത്. കാരണം എൻ്റെ ഇങ്ങോട്ട് അറിയിട്ട് അത് ഓൾഡ് സ്ട്രാറ്റജിയാണ്, പഴയ ആർമി സ്ട്രാറ്റജിയാണ്. പണി അറിയാവുന്നവർ, മനസ്സിലായോ?
എന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ കറക്റ്റായിട്ടുള്ള ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു, കട്ടുകൾ കൊടുക്കുന്നു, എല്ലാം വളരെ കൃത്യമായിട്ട്. പിന്നെ കൂട്ടത്തിൽ ഈ സാധനം പൈസ പുറത്തു വന്നു, ഇവർ പ്രതീക്ഷിക്കുന്നില്ല, ലക്ഷക്കണക്കിന് കണക്ക് പുറത്തു വന്നു, അബദ്ധവശാൽ പറഞ്ഞു പോയി ഉള്ളിൽ. കാരണം എത്ര കാലം ഫേക്ക് അടിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ ഒരാൾക്ക് മാത്രം കളിക്കാൻ കഴിയില്ല. എനിമി, അക്ബർ, ഷാനവാസ്, മറ്റവരൊക്കെ കിടക്കുന്നവരൊക്കെ വലിയ വലിയ ടീംസാണ്. അപ്പോൾ അവരടിക്കണം എന്നുണ്ടെങ്കിൽ അക്ബറിന് അതുകൊണ്ടാണ് ഈ സെർഗോ കണക്ഷൻ കാരണമാണ്. അക്ബറിനെ അടിക്കണം എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ഒപ്പം വേണം. അപ്പോൾ ഒപ്പം വേണമെന്നുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. ആ ഡിസ്കസ് ചെയ്ത ആൾക്കാർ അവർക്കും ഗെയിം ഉള്ളതുകൊണ്ട് അവർ ലക്ഷങ്ങളുടെ കണക്ക് പറഞ്ഞു. അപ്പം എന്തായി പുറത്ത് വന്നിട്ട് പറഞ്ഞു എന്താവില്ല, ലക്ഷങ്ങളുടെ കണക്ക് പ്രശ്നമില്ല, അവർക്ക് ബാങ്ക് ബാലൻസ് ഇല്ല, സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. ഇതുവരെ ബാങ്ക് ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാണിച്ചാൽ തന്നെ അപ്പോൾ അതൊക്കെ എത്ര നമുക്ക് അതൊക്കെ വെറുതെ ഓരോന്ന് പറയാന്നുള്ളതാണെന്ന്. 3 വർഷമായിട്ട് ഇതിൽ വിളി വരികയാണ്. 3 സീസണിൽ വിളി വരുന്ന വ്യക്തി കഴിഞ്ഞ 3 സീസണുകളിലും പോവാതെ ഈ ഒരു സീസണിൽ പോയത് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ സീസണിൽ ആരൊക്കെ ഉണ്ടായിരിക്കും എതിരാളികൾ എന്നൊക്കെ അറിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഈ ഒരു സീസണിൽ വന്നിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ പറയാൻ. ഇപ്രാവശ്യം ഞാൻ എല്ലാം എഴുതി വെച്ചത് കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട്. സീസൺ 7 കുളമാക്കിയിട്ടുണ്ട്. ബിഗ് ബോസിന് ക്രെഡിബിലിറ്റി പോയിട്ടുണ്ട്. ഇതൊന്നും കാണാതെ ഇത് കണ്ടിട്ട് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മര്യാദയ്ക്ക് എടുത്തിട്ട് വിടുന്നു, വോട്ടൊന്നും ചെയ്യുന്നില്ല. അല്ലേ വേണം ചെയ്യുന്നു. ഞാൻ കാണാറുണ്ട്, പക്ഷെ ഞാൻ വോട്ടൊന്നും ചെയ്യാറില്ല. ആര് ജയിക്കും? അങ്ങനത്തെ ആൾക്കാർക്ക് തരക്കേടില്ല. അതല്ലാതെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോൻ്റെ പാറ്റേൺ ഫോളോ ചെയ്ത് ഇത് കണ്ട് ഇന്ന ആൾക്ക് വോട്ട് ചെയ്തിട്ട് വരുന്ന ആ പഴയ ആൾക്കാരുണ്ടല്ലോ, ആ രീതിയിൽ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് സത്യം പറയാം ഫോർ ദം അവർക്ക് നിരാശ ആയിട്ടുള്ളൊരു സീസൺ ആയിരിക്കാം. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യം, ഇന്ന് ലൈവിൽ എപ്പിസോഡിൽ കാണിച്ചോ എന്ന് എനിക്കറിയില്ല, നെവിൻ പറഞ്ഞിട്ടുള്ള സംഭവം. നെവിൻ ഹി വാസ് വെരി ഗുഡ്. എന്താണ് പറയുക എനിക്കറിയില്ല. അനുമോളുടെ കേസിൽ ആ ടിഷ്യൂവിൽ അനുമോളെ ഞാൻ കണ്ടോ എൻ്റെ വീട്ടുകാരുടെ നമ്പറാണ് എഴുതി കൊടുത്തതെന്ന് നെവിനോട് എനിക്ക് മനസ്സിലായി. നെവിൻ വാസ് ദി ഓൺലി പേഴ്സൺ ടു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അനുമോളെ കെട്ടിപ്പിടിച്ച് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ നെവിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈസ് വെരി ഗുഡ് അറ്റ് ഹാർട്ട്. പറയാതിരിക്കാൻ വയ്യ, നെവിൻ മാത്രമേ ഉള്ളൂ. കണ്ടോളൂ, ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുറത്ത് കോളേജ് ക്യാമ്പസുകളിൽ കൺസേർട്സിൽ ഫംഗ്ഷനുകളിൽ ഉദ്ഘാടനങ്ങളൊക്കെ ഓളുണ്ടാക്കാൻ പോകുന്നത് നെവിൻ കപ്രീഷ്യസ് ആംബ്രോസ്. പറയാതിരിക്കാൻ വയ്യ. ഇത്രയേ ഉള്ളൂ. വീഡിയോ ലെങ്തിയായി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. എപ്പിസോഡ് കണ്ടതിന് ശേഷം അതിൻ്റെ റിവ്യൂ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.